മനുഷ്യജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ് വീട്. ഒരു ശരാശരി മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ഏകദേശം 60 മുതൽ 70% വരെയുള്ള സമയം വീടുമായി ബന്ധപ്പെട്ടാണ് ചെലവഴിക്കുന്നത്. 75 വയസ്സുവരെ ജീവിക്കുന്ന ഒരാൾ ഏകദേശം 25 വർഷം ഉറങ്ങാൻ വേണ്ടി മാത്രം അയാൾ വീട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ. അതായത് 25 വർഷം വീട്ടിനുള്ളിൽ കിടന്നുറങ്ങുന്നുണ്ട്. അടുക്കളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വർഷം അടുക്കളയിൽ നടന്നു തീർക്കുന്ന ദൂരം എന്നുള്ളത് ഏകദേശം 42 കിലോമീറ്റർ ആണ് എന്നാണ്. അടുക്കളയിൽ മാത്രം 42 കിലോമീറ്റർ സ്ത്രീകൾ ഒരു വർഷം നടക്കുന്നുണ്ട് എന്നാണ്. മനുഷ്യന് വീടുമായി ഒരു മനഃശാസ്ത്രപരമായ ബന്ധവും കൂടി ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ആ മനഃശാസ്ത്രപരമായ ബന്ധത്തിൻ്റെ പുറത്താണ് എവിടെയെങ്കിലും യാത്ര ചെയ്തു മടങ്ങി വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീടിൻ്റെ ഉള്ളിലെത്തുമ്പോൾ ഒരാശ്വാസം ഉണ്ടാകുന്നത് ആ ബന്ധമുള്ളത് കൊണ്ടാണ്. അപ്പൊ ശാരീരികമായ ബന്ധം മാത്രമല്ല, വിശ്രമത്തിന്റെ ഇടം മാത്രമല്ല വീട്, മറിച്ച് മനുഷ്യന്റെ മാനസികമായ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഇടം കൂടിയാണ് വീട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തലച്ചോറിലുണ്ടാവുന്ന സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ തലച്ചോറിലുണ്ടാകുന്ന മാനസികമായ മറ്റു പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആയതിനാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരുപാട് മര്യാദകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴും നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില ആദാബുകളുണ്ട്, മര്യാദകളുണ്ട്. ഒന്നാമത്തെ മര്യാദ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ നാം ചെയ്യേണ്ട ചില വിഷയങ്ങളാണ്. ഒന്നാമത്തെ മര്യാദയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരാൾ ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോ പാത്തും പതുങ്ങിയും ശബ്ദം കേൾപ്പിക്കാതെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കരുത് എന്നുള്ളതാണ്. കണ്ടുപിടിച്ച് എനിക്ക് മനസ്സിലായേ എന്ന ഭാവത്തോടുകൂടി വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കരുത്. ഞാൻ വരുന്നുണ്ട് എന്ന് വീട്ടുകാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ശബ്ദമെങ്കിലും കേൾപ്പിക്കണമെന്നാൽ, ഒന്നെങ്കിൽ തൊണ്ട അനക്കി ശബ്ദം കേൾപ്പിക്കണം, അല്ലെങ്കിൽ ചെരുപ്പനക്കി ശബ്ദം കേൾപ്പിക്കണം. നമ്മുടെ കാലിട്ട് വെളിയിൽ തറയിൽ 2-3 വട്ടം അനക്കി അങ്ങനെ ശബ്ദം കേൾപ്പിക്കണം. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല പറയുന്നു, ആരെങ്കിലും വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ തൊണ്ട അനക്കുകയോ ചെരുപ്പ് കൊണ്ട് ശബ്ദമുണ്ടാക്കുകയോ ചെയ്യൽ സുന്നത്താണ്, പ്രവാചകന്റെ ചര്യ. ഒന്നാമത്തെ മര്യാദ അതാണ്. രണ്ടാമത്തെ മര്യാദ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ വാതിലിൽ മുട്ടണം. വാതിൽ പറിച്ചടക്കുന്ന ശബ്ദത്തോടു കൂടിയല്ല, മറിച്ച് മെല്ലെ മൃദുവായി വാതിലിൽ മുട്ടണം. അത് വിശ്വാസി പാലിക്കേണ്ട രണ്ടാമത്തെ മര്യാദയാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അദ്ദേഹം വീടിന്റെ ഉള്ളിൽ കഴിയുമ്പോ ചില ആളുകൾ വന്നിട്ട് വാതിലിൽ അതിശക്തമായ രീതിയിൽ അടിച്ചു. അങ്ങനെ അടിക്കല്ലേ, ഉസ്താദ് ഉറങ്ങി കിടക്കുമ്പോൾ ചില ആളുകൾ വന്ന് അടിക്കും. എന്തിനാ? കൈമുടക്ക് തരാൻ വേണ്ടിയാ. ആ കൈമുടക്ക് പിന്നെ തന്നാലും മതി. ഉറക്കത്തിൽ നിന്ന് ശബ്ദമുണ്ടാക്കി അടിച്ച് വലിയ ബഹളം വെച്ച് വിളിക്കരുത്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല ഉറങ്ങിക്കിടക്കുമ്പോ ചില ആളുകൾ വന്ന് വാതിലിൽ ശക്തമായി അടിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെന്തൊരടിയാണോ, പോലീസുകാർ വന്ന് വാതിലിൽ കൊട്ടുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് നീരസത്തോടുകൂടി ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല
പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം. ഇപ്പൊ വാതിലിൽ വന്ന് മൃദുവായി തട്ടുക, 2-3 തവണ തട്ടുക. വീടിന്റെ ഉള്ളിലുള്ള ആള് ഉണ്ടെങ്കിൽ വാതിൽ തുറക്കും, ഇല്ലെങ്കിൽ അയാൾ ഇല്ല എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ആ മനുഷ്യൻ മറ്റേതെങ്കിലും കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് എന്ന് തിരിച്ചറിയുക. 2. മൂന്നാമത്തേത്, വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോ ആ പ്രവേശിക്കുന്ന സമയത്ത് താൻ ആരാണ് എന്ന് പരിചയപ്പെടുത്തണം. വെളിയിൽ നിന്നൊരാൾ വന്ന് വാതിൽ മുട്ടുന്നു, അകത്തുള്ള ആള് ചോദിക്കുന്നു ആരാ? വെളിയിലുള്ള ആള് പറയുന്നു ഞാനാ. എന്താണ് ഞാനാണെന്നുള്ള പറച്ചിൽ? അത് വിശ്വാസിക്ക് നല്ലതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ ഉള്ളിലിരിക്കുമ്പോ ഒരു സഹാബി വന്ന് വാതിൽ മുട്ടി. നബി ചോദിച്ചു, മൻ അന്ത, ആരാണോ? അയാൾ പറഞ്ഞു അന. നബി വീണ്ടും ചോദിച്ചു, ആരാണോ? അയാൾ പറഞ്ഞു അന, ഞാനാണ് നബിയെ, ഞാനാണ് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ഞാനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ആരാണെന്ന് പറയുന്നില്ലല്ലോ എന്ന് ഒരു ചെറിയ അമർഷത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു എന്ന്. അപ്പൊ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഉസ്താദാണ്, അല്ലെങ്കിൽ ഞാൻ ജബ്ബാറാണ്, ഇങ്ങനെ പേര് പറഞ്ഞു പരിചയപ്പെടുത്തൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതൊരു മര്യാദയാണ്. മറ്റൊരു മര്യാദ, വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോ വലതുകാല് വെച്ചുകൊണ്ട് വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിവിന്റെ പരമാവധി നന്മയായ വിഷയങ്ങളിൽ വലതിനെയായിരുന്നു മുന്തിച്ചിരുന്നത്. കാന യുഹിബ്ബു തയാമുന ഫിൽ അംരി കുല്ലി, പ്രധാനപ്പെട്ട മുഖ്യമായ വിഷയങ്ങളിലെല്ലാം പ്രവാചകൻ വലതിനെ മുന്തിച്ചിരുന്നു. അപ്പൊ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോ വലതുകാല് വെച്ചുകൊണ്ട് പ്രവേശിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്. മറ്റൊരു മര്യാദയാണ്, വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോ ദുആ പറയണം. പ്രവാചകൻ പ്രധാനപ്പെട്ട ഒരു ദുആ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ വെളിയിലൊക്കെ എഴുതി വെക്കേണ്ട ഒരു ദുആയാണ്. ഇത് ചൊല്ലിയിട്ട് വേണം വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ. ഏതാണ് ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്നാ വ ബിസ്മില്ലാഹി ഖറജ്നാ വ അലല്ലാഹി തവക്കൽനാ. ഈ ദുആയാണ്. ഇത് ഏത് കടയിൽ ചെന്ന് ചോദിച്ചാലും സ്റ്റിക്കറായിട്ട് കിട്ടും. ഇത് മേടിച്ച് വീടിന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? ഒട്ടിച്ചു വെക്കണം. എന്നിട്ട് കാണാതെ അറിയാത്തവർ ഇത് നോക്കി പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഏറ്റവും നല്ല പ്രവേശന സ്ഥലത്തെ ചോദിക്കുന്നു, ഏറ്റവും നല്ല ബഹിർഗമന സ്ഥലത്തെയും ചോദിക്കുകയാണ്. ബിസ്മില്ലാഹി വലജ്ന, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞങ്ങളിതാ പ്രവേശിക്കുന്നു. വ ബിസ്മില്ലാഹി ഖറജ്ന, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പുറത്തു പോവുകയും ചെയ്യുന്നു. വ അലല്ലാഹി റബ്ബിനാ തവക്കൽന, ഞങ്ങളുടെ റബ്ബായ അല്ലാഹുവിൽ ഞങ്ങളിതാ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. ഈ ദുആ പറഞ്ഞുകൊണ്ട് വേണം വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. ഒരു മര്യാദ അതാണ്. മറ്റൊരു മര്യാദ, ഈ ദുആ പറഞ്ഞതിന് ശേഷം വീട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടുകാരോട് സലാം പറയുക. നബിയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, അള്ളാന്റെ റസൂലെ, വീട്ടിൽ ബറക്കത്തിൽ എന്ത് ചെയ്യണം? നബി തങ്ങൾ പറഞ്ഞു, സല്ലിം അലാ അഹ്ലിക്, മോനെ നീ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ആ വീട്ടുകാരോട് സലാം പറയും. എങ്കിൽ തക്കുൻ ബറക്കത്തല്ലക വഅലാ അഹ്ലിക്, എങ്കിൽ നിനക്കും ബറക്കത്ത് കിട്ടും, നിന്റെ വീട്ടുകാർക്കും ബറക്കത്ത് കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വന്തം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ കോളിംഗ് ബെൽ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സലാം പറയാൻ നാം ആദ്യം ശ്രദ്ധിക്കുക. 3 വട്ടം സലാം പറയുക. അതൊരു മര്യാദ. മറ്റൊരു മര്യാദ, വീട്ടിലേക്ക് കയറിയ ഉടൻ മിസ്വാക്ക് ചെയ്യുന്നത്, പല്ല് തേക്കുന്നത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതൊരു ശുദ്ധിയുടെ ഭാഗം കൂടിയാണ്. കാരണം നാം യാത്ര ചെയ്തു വരുമ്പോ സ്വാഭാവികമായി നമ്മുടെ വാ മലിനമായിരിക്കും. ആ ഒരു അശുദ്ധി മാറുന്നതിന് വേണ്ടി പല്ല് തേക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ കയറുമ്പോ മിസ്വാക്ക് ചെയ്യാറുണ്ടായിരുന്നു എന്ന്
പ്രവാചകന്റെ പത്നിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. അത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താ. മറ്റൊരു സുന്നത്താണ് വീട്ടിൽ പ്രവേശിച്ച ഉടനെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. 2 റക്അത്ത് സുന്നത്ത്, അതിന് പ്രത്യേകിച്ച് നിയ്യത്തൊന്നുമില്ല. സുന്നത്തായ 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി സുന്നത്ത് നമസ്കരിച്ചാൽ കിട്ടുന്ന നേട്ടം പ്രവാചകൻ പറഞ്ഞു, മോശമായ കാര്യങ്ങൾ നിനക്ക് ബാധിക്കുന്നതല്ല. വീടിന്റെ ഉള്ളിൽ പ്രവേശിച്ചതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ ആ വീടിന്റെ ഉള്ളുമായി ബന്ധപ്പെട്ട മോശമായ കാര്യങ്ങൾ നിനക്ക് ബാധിക്കുന്നതല്ല. അതൊരു ചെറിയ കാര്യമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പാലിക്കേണ്ട 3 മര്യാദകളുണ്ട്. ഒന്നാമത്തെ മര്യാദ, വെളിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. അതും പ്രത്യേകിച്ച് നിയ്യത്തൊന്നുമില്ല. സുന്നത്തായ നമസ്കാരം അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ട് 2 റക്അത്ത് നമസ്കരിക്കുക. പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ നീ 2 റക്അത്ത് നമസ്കരിച്ചിട്ടാണ് വീടിന്റെ വെളിയിലേക്ക് പോകുന്നതെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആ 2 റക്അത്ത് നമസ്കാരം നിന്നെ സംരക്ഷിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് വീടിന്റെ വെളിയിലേക്ക് പോവുക. പോകുമ്പോൾ ഇറങ്ങുമ്പോൾ പറയേണ്ട ഒരു ദുആയുണ്ട്. നബി തങ്ങൾ ഏത് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറായി വീടിന്റെ വെളിയിലേക്ക് കടക്കുമ്പോൾ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് നബി തങ്ങൾ ഒരു ദുആ പറഞ്ഞിരുന്നു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് اللهم إني أعوذ بك أن أضل أو أضل أن أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي. വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പറയേണ്ട ദുആ. ഇതും സ്റ്റിക്കറായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതും വീടിന്റെ ഫ്രണ്ടിൽ ഒട്ടിക്കുക. ഇറങ്ങുമ്പോൾ നോക്കി പറയുക, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുന്നു, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല. അള്ളാഹുവെ, ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അൻ അളില്ല, ഞാൻ പിഴച്ചു പോകുന്നതിനെ തൊട്ട്, ഞാൻ വഴിയറിയാതെ പോകുന്നതിനെ തൊട്ട്, ഔ ഉളല്ല, അള്ളാഹുവെ മറ്റൊരാളിനാൽ ഞാൻ പിഴപ്പിക്കപ്പെടുന്നതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഞാൻ സ്വയം പിഴച്ചു പോകുന്നതിനെ തൊട്ടും മറ്റൊരാൾ എന്നെ പിഴപ്പിക്കുന്നതിനെ തൊട്ടും ഞാൻ കാവൽ തേടുന്നു. ഔ അസില്ല ഔ ഉസല്ല, അള്ളാഹുവെ ഞാൻ തെന്നിപ്പോകുന്നതിനെ തൊട്ടും, തെന്നി വീഴുന്നതിനെ കുറിച്ചല്ല, ഞാൻ നേരായ മാർഗത്തിൽ നിന്ന് വഴുതിപ്പോകുന്നതിനെ തൊട്ടും മറ്റൊരാളിലാൽ ഞാൻ നേരായ മാർഗത്തിൽ നിന്ന് വഴുതിക്കപ്പെടുന്നതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഔ അളിമ ഔ ഉളമ, അല്ലാഹുവേ ഞാൻ ആരോടെങ്കിലും അക്രമം കാണിക്കുന്നതിനെ തൊട്ടും മറ്റൊരാളാൽ ഞാൻ ആക്രമിക്കപ്പെടുന്നതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഔ അജ്ഹല ഔ യുജ്ഹല, അല്ലാഹുവേ ഞാൻ ആരോടെങ്കിലും വിവരമില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നതിനെ തൊട്ടും മറ്റൊരാളിനാൽ ഞാൻ വിഡ്ഢിയാകുന്നതിനെ തൊട്ടും നിന്നോട് കാവൽ തേടുന്നു. പ്രധാനപ്പെട്ട ദുആയാണ്. വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴുമുള്ള ദുആ, വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോഴുമുള്ള ദുആ. ഈ 3 മര്യാദകളാണ്. പിന്നെ സലാം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുക. ഈ 3 മര്യാദകളാണ് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ. മുകളിൽ പറഞ്ഞ 7 മര്യാദകൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള മര്യാദകളാണ്. ഈ മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് നാം കയറുന്നതും ഇറങ്ങുന്നതുമെങ്കിൽ അതിലൊക്കെ അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാകും. ആ വീട്ടിൽ സമാധാനമുണ്ടാകും, റാഹത്തുണ്ടാകും. അത് മാനസികമായ സന്തോഷം നൽകുന്ന ഇടമായി മാറും. അമൽ ചെയ്യാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.